friendo. വയസ്സുകാരി കൊല്ലിച്ചു, 16ഉം 17ഉം വയസ്സുള്ളവർ കൊന്നു, 67 വയസ്സുകാരൻ നിരുപാധികം കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് പ്രായപൂർത്തിയായിട്ടുള്ള ആളാണെങ്കിലും കൊന്നവന്മാരുടെയും കൊല്ലിച്ചവരുടെയും പ്രായത്തിന് പൂർണ്ണ വളർച്ച തരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുതിർന്നവരുടെ കോടതി കണ്ടമാനം നിവൃത്തികേടിലുമാണ്. പോലീസുകാർ തീർച്ചയായിട്ടും നിസ്സഹായരും. അവരുടെ നിവൃത്തികേടിനെയും നിസ്സഹായതയെയും മുൻനിർത്തി പോകുന്നൊരു കാര്യം പറയാം. ജാതിമത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിച്ചിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അളവ് നീതി നൽകലാണ് നമ്മുടെ നിയമനിർവഹണ സംവിധാനങ്ങളുടെ ചുമതല. മരിച്ചുപോയ നിലയിൽ കൊല്ലപ്പെട്ട 67കാരന് നീതി നൽകാൻ നോക്കുന്നത് പട്ടിണി കിടന്ന് മരിച്ചവന്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിമന്തി വിളമ്പുന്ന ഏർപ്പാടാണ് എന്ന് പറയുന്ന വിചാരമാണ് പോങ്ങനുള്ളത്. അതുകൊണ്ട് ആർക്കും ഗുണമില്ല. കുഴിയിൽപ്പെട്ടവന് കുഴിമന്തി തിന്നാൻ കഴിയാത്ത നിലയ്ക്ക് എന്തിനത് പാഴാക്കണം? ആ ന്യായം വെച്ച് ഇനി നീതി നൽകേണ്ടത് മരിച്ചു പോയിട്ടുള്ള 67കാരനല്ല, കൊല്ലിച്ച 13കാരിക്കും അതുപോലെ തന്നെ 16ഉം 17ഉം പ്രായമുള്ള ഇളം കൊലയാളികൾക്കുമാണ്. കാരണം അവർക്കാണല്ലോ ഇനി അങ്ങോട്ട് ശോഭനമാക്കേണ്ടതായിട്ടുള്ള ജീവിതമുള്ളത്. കൊല്ലപ്പെട്ടവന് ഭാവിയില്ല, വർത്തമാനവുമില്ല, ഉള്ളത് വെറും ഭൂതം മാത്രം. ഭൂതപ്പെട്ടു പോയവന് നീതിയുടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് കൊലയാളികളെ മുന്നിൽ കിട്ടിയാൽ വധിക്കാൻ വിധിക്കുന്ന തരം സ്വഭാവ ദൂഷ്യമുള്ള സാമ്പ്രദായിക ജഡ്ജിമാർ മേയുന്ന കോടതികളിലേക്കല്ല പോലീസുകാർ ഈ കുരുന്ന് ഘാതകരെ കൊണ്ടുപോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം അവരെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലേക്ക് കൊണ്ടുപോകും. സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ച് പാലും മുട്ടയും നൽകി ഈ കുരുന്ന് ഘാതകരെ പരമാവധി ഒരു 3 വർഷം വരെ പരിപാലിച്ചു വളർത്താൻ വിധിക്കാനേ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് അധികാരമുള്ളൂ എന്നാണ് പൊതുവിജ്ഞാനം പറഞ്ഞു പോകാൻ അറിഞ്ഞത്. അതായത് 13കാരി 16 വയസ്സിലും 16കാരനും 17കാരനും യഥാക്രമം 10, 20 വയസ്സിലും പുറത്തിറങ്ങി ജീവപര്യന്തം സ്വതന്ത്രരായി സുഖിച്ചു വാഴും. അതാണ് അവർക്ക് ലഭിക്കുന്ന നീതി, അതാണ് അവരുടെ വിധി. ഇനി നിങ്ങൾക്ക് മുന്നിൽ പോകാനൊരു ചെറിയ സംശയം പങ്കിടാം. ആ സംശയവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്. അതായത് കൊല്ലിച്ച കുട്ടി ജനിച്ചത് 2013, കൊന്നവർ 2009ലും 2010ലും ജനിച്ചവർ. ജനിച്ച് ജീവിതം എന്താണെന്ന് അറിയും മുന്നേ ഇവരെ കൊല്ലാൻ പഠിപ്പിച്ചത് ആരാണ്? എന്തൊക്കെയാണ് ഇവരെ സ്വാധീനിച്ചിരിക്കുക? സാമൂഹ്യ മാധ്യമങ്ങൾ, OTT പ്ലാറ്റ്ഫോമുകൾ, നവകാല സിനിമകൾ, വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങൾക്കൊപ്പം ഈ 3 ഘടകങ്ങളും അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. സത്യത്തിൽ സംസ്ഥാന കേന്ദ്ര ഭേദം കൂടാതെ നമ്മുടെ സർക്കാരും ഈ സമൂഹവും വലിയൊരു അപകടത്തെയാണ് നേരിടുന്നതെന്നുള്ള ഒരു തോന്നൽ എന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. ആ അപകടം പേറുന്ന പ്രഹരശേഷി എത്ര വലുതാണെന്ന് അധികമാരും അറിയുന്നുമില്ല. കാരണം അറിയണമെങ്കിൽ ആലോചിക്കണമെങ്കിൽ അതിന് സമയം വേണം. നമുക്കാർക്കും ഇന്ന് സമയമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളൊക്കെ എപ്പോഴും ഓൺലൈനിലാണ്. എന്ന് വെച്ചാൽ ലോകവുമായി സദാ നമ്മൾ കണക്റ്റഡ് ആണ്. നിരന്തരം നമ്മൾ ലോകവുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം നമ്മൾ സമൂഹവുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ രൂപീകരിച്ച് ഇടതടവില്ലാതെ നമ്മളത് സമൂഹത്തിലേക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂടും മുലയും കുലുക്കുന്ന അബലകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തിരതല്ലുന്ന അവരുടെ മാംസ സമുദ്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏക്കും പൂക്കും തിരിച്ചറിയാത്ത പോങ്ങന്മാർ പറയുന്ന വർത്തമാനം കേട്ട് ചുമ നേരം പോകുകയാണ്. സത്യമേ പറയൂ എന്ന നുണപ്രസ്താവന നടത്തുന്ന ഡിജിറ്റൽ മാപ്രകളെ ഡോളർ മുതലാളികളാക്കാൻ വേണ്ടി കണ്ണും സമയവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും നമുക്കിന്ന് നേരം തികയുന്നില്ല. അതാണ് സത്യം. കുട്ടികളെ ശ്രദ്ധിക്കാൻ പോലുമുള്ള സമയം കിട്ടാത്തപ്പോൾ എങ്ങനെയാണ് ആലോചിക്കാൻ സമയമുണ്ടാവുക? മൊബൈൽ ഫോൺ താഴത്തു വെച്ച് ആലോചിക്കാൻ നിന്നാൽ ഭൂമിയുടെ കറക്കം നിലയ്ക്കുമെന്ന ഭയം നമ്മളെ പിടികൂടി കഴിഞ്ഞിട്ട് എത്ര നാളുകളായി. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ തീരെ നേരമില്ല. പോങ്ങനെ കുറച്ചൊക്കെ സമയമുള്ളത് കൊണ്ട് പോങ്ങനെ പിടികിട്ടി. പോങ്ങന്റെ കണ്ണിൽ അത് തന്നെയാണ് അപകടം. അതായത് ലോകമെമ്പാടുമുള്ള മനുഷ്യരെ പരസ്പരം കണക്റ്റഡായി നിർത്തുന്ന ഏതു രാഷ്ട്രത്തിലെ പൗരന്മാരെയും മുഴുവൻ നേരവും ഓൺലൈനിൽ തടവിലാക്കിയിരിക്കുന്ന ആ സാങ്കേതിക സൗകര്യം, ഈ ഡിജിറ്റൽ യുഗം, ഇതിനെ ഫലപ്രദമായി തളയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ സർക്കാരുകൾ നോക്കുകുത്തികളാവും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പോങ്ങൻ അക്കാര്യത്തിൽ നല്ല ആശങ്കയുണ്ട്. പൗരന്മാർക്ക് സക്കർബർഗിന്റെയും ലാറി പേജിന്റെയും സെർജി ബിന്നിന്റെയും ഇലോൺ മസ്കിന്റെയും ഒക്കെ അടിമകൾ മാത്രമായി, ആധുനിക കാല അടിമകൾ മാത്രമായി മാറിപ്പോവും നമ്മുടെ നാട്ടിലെ പൗരന്മാർ, ഏത് നാട്ടിലെ പൗരന്മാരും.
നാളെ സകല രാജ്യങ്ങളിലെയും സർക്കാരുകൾ അവരവരുടെ എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞവന്മാരുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ലോകരാജ്യങ്ങളിലെ പൗരന്മാരെ അടിമകളാക്കി വയ്ക്കാൻ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, OTT പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ എന്തെല്ലാം സാങ്കേതിക സംവിധാനങ്ങൾ അവരുടെ കൈവശമുണ്ട്. ശരിയല്ലേ? ഇതിൻ്റെയൊക്കെ നിയന്ത്രണം എവിടാണ്? ആരാണിതൊക്കെ നിയന്ത്രിക്കുന്നത്? ആരുടെ ചൊൽപ്പടിക്കാണ് ഇതൊക്കെ നിൽക്കുന്നത്? ഇനിയിപ്പോ ഈ ഗുലുമാല് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, ഒന്ന് നിയന്ത്രിക്കാൻ നോക്കിയാലോ? നേപ്പാളിൽ ഇന്റർനെറ്റ് നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം നമ്മളൊക്കെ കണ്ടതല്ലേ, അല്ലേ? ഈ ചൈനയും വടക്കൻ കൊറിയയും ഒക്കെ ആ അപകടം വളരെ മുന്നിൽ കണ്ടതുകൊണ്ട് തൽക്കാലം അവർ സുരക്ഷിതരാണ്, അല്ലേ? ശരിയല്ലേ? ഇന്ത്യയിലെ പോലെ ചൈനയ്ക്കും വടക്കൻ കൊറിയയ്ക്കും ഒന്നും പാറ്റകളെ പേടിക്കേണ്ട കാര്യമേ വരില്ല, തൽക്കാലത്തേക്കെങ്കിലും. ഈ പോങ്ങന്റെ നാവ് കാട് കയറി തുടങ്ങിയെന്ന് പലർക്കും തോന്നാം, അല്ലേ? അങ്ങനെ തോന്നരുത്. ഞാൻ വിഷയത്തിൽ നിന്നും ഒട്ടും തന്നെ വ്യതിചലിച്ചിട്ടില്ല. മുത്തയെ കൊല്ലിക്കാൻ 13-കാരിയെ പ്രാപ്തയാക്കിയതും 16ഉം 17ഉം വയസ്സുള്ള കുമാരന്മാരെ ഘാതകരാക്കിയതും ഈ ഡിജിറ്റൽ യുഗമാണ്. ആ ഡിജിറ്റൽ യുഗത്തെക്കുറിച്ചാണ് പോങ്ങൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നു മാത്രവുമല്ല, ഫോൺ വാങ്ങിക്കൊടുക്കാത്ത നിലയ്ക്ക് ദൈവത്തിൽ ലയിച്ചേക്കാമെന്ന് കരുതി കത്തെഴുതി വെച്ചിട്ട് കാശിക്ക് വണ്ടി കയറിയവന്റെ പ്രായം വെറും 16 വയസ്സ്. ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന് ഫാനിൽ കെട്ടിത്തൂങ്ങിയ പെൺകുട്ടിക്ക് വയസ്സ് 14. കൊടുത്ത കൊട്ടേഷൻ പ്രകാരം കൂട്ടുകാർ മുത്തച്ഛനെ കൊല്ലുന്നത് ഫോണിലൂടെ കണ്ട കുട്ടി 13-കാരി, കൊന്നത് 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ. അവരെ സ്വാധീനിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളും OTT പ്ലാറ്റ്ഫോമുകളും ടെലഗ്രാം ചാനലും സിനിമകളും ഒക്കെ തന്നെയല്ലേ? ഇന്റർനെറ്റ് വാസികളായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന കാര്യത്തിൽ ആലോചന വയ്ക്കാൻ അധികാരികൾ ഇനിയും വൈകരുത്. നമ്മുടെ രാജ്യത്തിന് ഒരു സൈബർ ആർമി വേണമെന്ന് ഈ പോങ്ങൻ ഏതാണ്ട് 4 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് എന്നെ കുറെ പേർ കളിയാക്കി, നീ എന്തൊരു പോങ്ങനാടാ ചോദിച്ചത്. സൈബർ ആർമി വേണ്ടതാണ്, യാതൊരു സംശയവും വേണ്ട. സൈബർ ആർമി നമുക്ക് വേണ്ടതാണ്. ഞാനത് തമാശയായിട്ടൊന്നും പറഞ്ഞതല്ല. ഇപ്പോൾ ഈ പോങ്ങന് നമ്മുടെ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് വളരെ സുശക്തമായിട്ടുള്ള ഒരു സൈബർ സേന, ഒരു പോലീസ് സൈബർ സേന തീർച്ചയായിട്ടും ഉണ്ടാവണം. നവമാധ്യമങ്ങളിൽ സദാ അവർ ഓൺലൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ വ്യാജ അക്കൗണ്ടുകളിലൂടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്താൻ ഒരുവനെയും അനുവദിക്കരുത്. ഈ അമേരിക്കൻ സൈക്കോ പോലുള്ള സിനിമകൾ അതൊക്കെ OTTയിലൂടെ കൗമാരക്കാർ വളരെ അളവിൽ കാണുന്നുണ്ട്, അല്ലേ? ഒരല്പം വയലൻസ് കൂടുതലുള്ള ഒരു പടത്തിന് A സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തിയേറ്ററിലേക്ക് വന്ന് കാണാൻ പാടില്ല എന്ന് നിയമമുണ്ട്. പക്ഷെ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ അവരത് കാണുന്നുണ്ട്. അമേരിക്കൻ സൈക്കോ ഒക്കെ വളരെ നിസ്സാരം, അതിനേക്കാൾ എത്രയോ ക്രൂരത മുറ്റിയിട്ടുള്ള, കൊള്ളരുതായ്മകൾ മുറ്റിയിട്ടുള്ള സീരീസുകളും സിനിമകളുമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ നെറ്റ്ഫ്ലിക്സിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന നോ കൺട്രി ഫോർ ഓൾഡ് മെൻ, ദ കില്ലേഴ്സ്, ഇതുപോലുള്ള സിനിമകളും വെബ് സീരീസും അതുപോലെ ക്രൂരതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന ജാപ്പനീസ് ഗ്രാഫിക് നോവലുകളും കൊറിയൻ വെബ് സീരീസും ഒക്കെ കാണുന്ന കുട്ടികളെ എങ്ങനെ സമീപിക്കണമെന്ന കാര്യത്തിൽ സമൂഹവും സർക്കാരും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാലതാമസം കൂടാതെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതാണ് പോങ്ങനെ പറയാനുള്ള കാര്യം. അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒന്നല്ല ഡിജിറ്റൽ യുഗം പേറിക്കൊണ്ടിരിക്കുന്ന പ്രഹരശേഷി. അത് അനുഭവിച്ചറിയാൻ പറ്റില്ല, ആലോചിച്ചറിയണം. പൊട്ടിയിട്ട് അണുബോംബിന്റെ പ്രഹരശേഷി അനുഭവിച്ചറിയാൻ നോക്കിയിരുന്നാൽ നടക്കുമോ? അണുബോംബിനേക്കാൾ എത്രയോ മാരകമാണ് ഇന്റർനെറ്റ് ബോംബ്, അല്ലേ? കുട്ടികളെ ശ്രദ്ധയോടെ വളർത്താൻ കഴിയാത്ത അത്ര തിരക്കുള്ളവർ അവരെ സൃഷ്ടിക്കാൻ നിൽക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമെന്ന് പറയുന്ന ഒരു അപേക്ഷ ഈ പോങ്ങനുണ്ട്. ഫോൺ താഴെ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ തന്തമാർക്കും തള്ളമാർക്കും സമയം കിട്ടുന്നില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സാമൂഹ്യ ദുരന്തമാണ്. മുത്തശ്ശന്മാരുടെ കൈവശം പോലും ഫോണായിരിക്കുന്നു. അവർക്ക് പോലും അത് താഴെ വെക്കാൻ സാധിക്കുന്നില്ല. ഞാനിത് കുറ്റപ്പെടുത്തി പറയല്ലോ കേട്ടോ, ഒരു വാസ്തവം പറയുകയാണ്. മയക്കുമരുന്നു പോലെ തന്നെ ആസക്തി പകരുന്നതും മനോനില തകർക്കുന്നതുമായിട്ടുള്ള ലഹരി തന്നെയാണ് മൊബൈൽ ഫോണിന്റെ ഈ അമിത ഉപയോഗം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ബോധ്യം നമ്മൾ കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും. നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുപോലെ ഇന്റർനെറ്റ് ആസക്തിയുടെ പിടിയിലായി കഴിഞ്ഞു എന്നുള്ളതല്ലേ നേര്. സാമൂഹ്യ വിരുദ്ധ ചിന്തയും രാജ്യദ്രോഹ ബുദ്ധിയും സ്വാർത്ഥബോധവും സ്നേഹരാഹിത്യ സ്വഭാവവും ഒക്കെ അതിന്റെ പാർശ്വഫലങ്ങളാണ് എന്നുള്ളതാണ് ഈ പോങ്ങന്റെ വിചാരം. ദൗർഭാഗ്യവശാൽ മാനവ ലോകം ഇത്തരം ഒരു പ്രതിസന്ധി ഇതിനു മുന്നേ നേരിട്ടിട്ടേയില്ല എന്നതുകൊണ്ട് അതിജീവന മാർഗം നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് മുൻ മാതൃകകളില്ല. കാരണം ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് നടാടയാണ്.
ഇത്തരമൊരു സാങ്കേതിക സാഹചര്യത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിയും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മുൻ മാതൃകകളൊന്നും തന്നെയില്ല. ഈ കുട്ടികൾ ഇങ്ങനെയാവുന്നത് നമ്മുടെ പിഴവ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമ നൽകിയിട്ടുള്ള ഒരു വാർത്ത പോകാൻ കണ്ടു. ശിവൻകുട്ടി ചെട്ടിയാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനോരമ ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് വാർത്താ രൂപത്തിൽ അവതരിപ്പിച്ചത്. ഈ ബാഡ് ടച്ചിന്റെ റിവഞ്ച് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും എന്ന് അയാൾ പറഞ്ഞതായിട്ടാണ് വാർത്ത. ബാഡ് ടച്ച് ആണോ അല്ലയോ എന്നതിന് ഉറപ്പില്ല. എങ്കിലും ഉറപ്പെന്ന മട്ടിൽ അയാൾ നാവാട്ടുന്നു. കാരണം അയാളെ സംബന്ധിച്ച് ഇതും അരി സമ്പാദനത്തിനുള്ള ഉപാധിയാണ്. ബാഡ് ടച്ച് എന്നത് ബാഡായി ടച്ച് ചെയ്വനെ കൊല്ലാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ധ്വനിപ്പ് ആ അരി തേടിയുടെ വർത്തമാനത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ വർത്തമാനമാണ് വാർത്തയായി മനോരമ അവതരിപ്പിച്ചത്. ഒന്ന് ആലോചിക്കണേ പോക്കണം കേട്. മനോരമയുടെ സ്വന്തം ലേഖകൻ ചെയ്തിട്ടുള്ള ആ അപരാധം എത്ര വലുതാണ് എന്ന് ഓർക്കണം. ഈ സീക്രട്ട് ഏജന്റിന്റെ PR പണി എടുക്കേണ്ടവനാണോ മനോരമയുടെ സ്വന്തം ലേഖകൻ എന്ന് പോകാൻ ചോദിക്കുന്നില്ല. സായി കൃഷ്ണ പറഞ്ഞ അഭിപ്രായത്തിൽ എന്ത് വാർത്താ പ്രാധാന്യമാണ് മനോരമയുടെ സ്വന്തം ലേഖകൻ കണ്ടതെന്നാണ് അറിയേണ്ടത്. പറയാനൊന്നും പോകുന്നില്ല, പക്ഷേ അറിയേണ്ടതാണ്. സായി കൃഷ്ണ മനോരമയുടെ സ്വന്തം സീക്രട്ട് ഏജന്റ് ഒന്നുമല്ലോ. അയാളുടെ വായ തൂർന്നതൊക്കെ പെറുക്കി വാർത്തയാക്കാൻ ആണോ? കുണ്ടിയെടുത്ത് വണ്ടിയിൽ വെച്ച് വായ കൊണ്ട് തൂർന്ന അവനെയൊക്കെ പുതുതലമുറയുടെ ന്യായാധിപനായി മനോരമ അവരോധിക്കുന്നതിന് പിന്നിലെ ബുദ്ധി എന്താണ് എന്ന് തലയ്ക്ക് വെളിവുള്ളവർ ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും തെളിവ് നശിപ്പിക്കാൻ സാധിച്ചാൽ പോലീസുകാരെ ഊശിയാക്കാമെന്നും കോടതിക്ക് നിസ്സഹായത പകരാമെന്നും കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും മലയാളികളെ പഠിപ്പിച്ച ജോർജ് കുട്ടി എന്ന് പറയുന്ന ഘാതകൻ ദൃശ്യം 3 കഴിഞ്ഞിട്ടും നായകൻ തന്നെയായി അരങ്ങുവാഴുകയാണല്ലേ. 2009, 2010, 2013 വർഷങ്ങളിൽ ജനിച്ചവരാണ് 67-കാരനായിട്ടുള്ള ശിവൻകുട്ടി ചെട്ടിയാരുടെ കൊലപാതകികൾ. 2013 ജനിച്ച പെൺകുട്ടിക്ക് 2020 7 വയസ്സായി. അതായത് 2020 മുതൽ കഴിഞ്ഞ 6 വർഷക്കാലമായി ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടികൾ കണ്ടിരിക്കാനിടയുള്ള സിനിമകൾ, വെബ് സീരീസുകൾ എന്തൊക്കെയായിരിക്കാം? അവരെ സ്വാധീനിച്ചിരിക്കുന്ന യൂട്യൂബർമാർ ആരൊക്കെയാവാം? അല്ലെങ്കിൽ നവമാധ്യമ പ്രവർത്തകർ ആരൊക്കെയാവാം? എല്ലാം പരിശോധനയിൽ വരേണ്ടതല്ലേ? മയക്കുമരുന്ന് മാഫിയയുടെ പങ്ക് അന്വേഷിക്കേണ്ടതല്ലേ? പോലീസിനെ വഴിതെറ്റിക്കാൻ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരാണെന്ന് പരതേണ്ടതില്ലേ? അതൊക്കെ പോലീസുകാർ ചെയ്തോളും. നമ്മൾ ആരും ആലോചിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു കാര്യം പറയാം, പോങ്ങന്റെ തലമുറയുടെ കൗമാരത്തെ സ്വാധീനിച്ചത് ചിരിപ്പടങ്ങളും വായനശാലകളും ആയതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മുത്തച്ഛന്മാർക്ക് ആയുസത്തി മരിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളെ പറ്റിച്ചു പോയ കാമുകിമാരെ ഞങ്ങൾ പെട്രോളിൽ ില്ല കേട്ടോ, ആസിഡിൽ കുളിപ്പിച്ചിട്ടുമില്ല. ഏറിയാൽ സങ്കടം സഹിക്കാതെ ഉള്ളി ചുട്ട് ഞങ്ങൾ അവരെ പ്രാഗിയിരിക്കാം. ശേഷം ദീക്ഷ വളർത്തി ഞങ്ങൾ അവശ കാമുകരായി കഴിഞ്ഞുകൂടിയിരിക്കാം. എങ്കിലും ഞങ്ങൾ കൊല്ലാൻ നടന്നില്ല. തോൽവിയെ പേടിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാതുകടിച്ചു പറിക്കുന്ന നായകന്മാരില്ലായിരുന്നു. കഞ്ചാവ് കേക്ക് മുറിച്ച് കാമുകന്റെ വായിൽ തിരുകുന്ന കാമുകി ഞങ്ങൾക്കില്ലായിരുന്നു. വേട്ടയാടിയ പന്നിയുടെ പിടുക്ക് ചെറുതാണ് ബാപ്പ എന്ന് വിലപിക്കുന്ന നായികയെ ഞങ്ങൾ കണ്ടിരുന്നില്ല. കണ്ണുനീരും ചിരിയും തന്ന് മലയാള സിനിമകളും ചിന്തയും സഹിഷ്ണുതയും സമ്മാനിച്ച് വായനശാലകളും ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിച്ചു. അതാണ് സത്യം. തിയേറ്ററിലെങ്ങാനും വന്നാൽ ഒരുപക്ഷെ ഞങ്ങൾ കൂവി ഓടിക്കുമായിരുന്ന സിനിമകളാണ് പുതിയ തലമുറ ആവേശത്തോടെ സ്വീകരിച്ച മിക്ക സിനിമകളും എന്ന് പറയുന്നതാണ് സത്യം. ഈ കോക്കുണ്ണിമാരുടെ വാക്കുകേട്ട് തിയേറ്ററിലേക്ക് പോകേണ്ട ഗതി ഞങ്ങൾക്ക് വരാതിരുന്നത് ഞങ്ങളുടെ ആസ്വാദന ശേഷിക്ക് വളം പകരാൻ തലയ്ക്ക് വെളിവുള്ള മുൻ തലമുറ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ കോക്കുണ്ണിമാരും സീക്രട്ട് ഏജന്റുമാരും തൊപ്പിക്കുട്ടന്മാരും ഈബിൾ ജെറ്റരുമൊക്കെ ഇൻഫ്ലുവൻസർമാരാവാതിരിക്കാൻ വേണ്ടുന്ന ഒന്നും ചെയ്യാൻ ഞങ്ങളുടെ തലമുറയ്ക്ക് കഴിയാതെ പോയി എന്നുള്ളത് സത്യമാണ്. ഞങ്ങളെ തോൽപ്പിച്ചതും ഡിജിറ്റൽ യുഗം തന്നെയാണ്. ഈ ഡിജിറ്റൽ യുഗം തന്നെയാണ് ഞങ്ങളെയും തോൽപ്പിച്ചത്. കെടുതികൾക്ക് മാത്രം കെട്ടുറപ്പ് നൽകുന്ന കാലമാണ് ഡിജിറ്റൽ കാലം. കെടുതികൾക്ക് മാത്രം കെട്ടുറപ്പ് നൽകുന്ന കാലം. കലികാലവും ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് കലികാലവും. അതുകൊണ്ട് സൂക്ഷിക്കണം. നമുക്കെല്ലാം നല്ലത് വരട്ടെ. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. 13 കൊട്ടേഷൻ കൊടുത്തതും 16 17 കൊലപാതകികളായതും നമ്മുടെ കുറ്റം കൊണ്ടാണ്, ഈ സമൂഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷെ സമൂഹത്തെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലൊരു ഗതികെട്ട സാഹചര്യത്തിലൂടെ മനുഷ്യ സമൂഹം ഇതുവരെ കടന്നു പോയിട്ടില്ല.
ഈ ഡിജിറ്റൽ യുഗത്തെ നേരിടേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒരുപാട് തിരിച്ചടികളും ഒരുപാട് തളർച്ചകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് കെടുതികളും കഴിഞ്ഞ് ഒരു നല്ല കാലത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് മടങ്ങിപ്പോവാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊന്നും കാണില്ല അപ്പോഴേക്കും. പുതിയ തലമുറയ്ക്ക്, ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടായി വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കൂ. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം, സന്തോഷം. ടാറ്റ.